നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പമ്പ് എന്തോ പറ്റിയെന്നറിയില്ല, ഫോഴ്സ് തീരില്ല. കണ്ടില്ലേ, വെള്ളം ചാടുന്ന കണ്ടില്ലേ, വളരെ സ്ലോ ആയിട്ടാണ് ചാടുന്നത്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ മണ്ണിൽ ഞാൻ കാണാത്ത രീതിയിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്കൊരു പുതിയ സബ്മർസിബിൾ പമ്പ് വെച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്, മാറ്റം വരുത്തുന്നത്. നെൽകൃഷി ആകുമ്പോൾ പരാജയമാണ് കേട്ടോ. അത് കണ്ടില്ല, ആകെ നാശമായിപ്പോയി. നമ്മുടെ ഗെയിൻഫിന്നിൽ നിന്നും ഒരു പുതിയൊരു സബ്മർസിബിൾ പമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് സൺസൺ JTP 8000 ആണ്. അത് കുറച്ചുകൂടി ഫോഴ്സുള്ളതാണ്. ഇത് എപ്പോഴും വർക്ക് ചെയ്യിക്കാനല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചാടുന്ന വെള്ളച്ചാട്ടം കാണാനൊരു രസമുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനൊരു ടൈമർ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. ഇത് കണ്ടില്ല, JTP 8000 ഹെഡ് വരുന്നത് 4.8 മീറ്ററാണ്. അതിൻ്റെ വാട്ട്സ് 60 വാട്ട്സിൻ്റെ 8000 ലിറ്റർ പരവലടിക്കുന്ന പമ്പാണ് നമ്മളിപ്പോൾ ആ വെള്ളച്ചാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. പച്ച ഓസ് വെച്ചിട്ടാണിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു കണക്ടർ. സാധാരണ നമ്മളിതിൽ FT വെച്ചിട്ടാണ് അക്വാപോണിക്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ വെള്ളച്ചാട്ടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് സാധനം ഉപയോഗിച്ചിട്ട് നമുക്കിതിൽ ഓസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു വാഷർ വെച്ച് കൊടുക്കാം. ഇതിലാണ് നമ്മൾ ഓസ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോഴത്തെ അവസ്ഥ കണ്ടില്ല, വളരെ ശോകമാണ്. വെള്ളമൊന്നും ശരിക്കും ഫോഴ്സിൽ വരുന്നില്ല. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ്. പഴയ സബ്മർസിബിൾ പമ്പ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഉണ്ട്. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമുക്ക് പുതിയത് വെച്ച് നോക്കാം. ഇത് പുതിയ പമ്പ് കേട്ടോ. പുതിയ പമ്പൊന്ന് വെച്ച് നോക്കാം.